ആഡ്സിലൂടെയുള്ള വരുമാനം യൂട്യൂബിൽ എങ്ങനെ വർദ്ധിപ്പിക്കാം? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഹരി കാലിംഗാറ്റ്. യൂട്യൂബിന്റെ വരുമാനത്തിൽ മെയിൻ ആയിട്ടുള്ള സ്രോതസ് ആഡ്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ആഡ്സിലൂടെയുള്ള വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിനുള്ള നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്രിറ്റീരിയ എന്ന് പറയുന്നത് മിഡ് റോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. മിഡ് റോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് പ്രാവർത്തികമാകണമെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ വേണം? വീഡിയോയിൽ നമ്മൾ 1000 സബ്സ്ക്രൈബർ 4000 മണിക്കൂർ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിരിക്കണം. ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂസും ഇല്ലാതെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിരിക്കണം. അതിനുശേഷം നമുക്ക് 8 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ മിഡ് റോൾ ആഡ് ബ്രേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ബ്രേക്ക് ആഡ്, അതായത് നമ്മുടെ സാധാരണ പരസ്യം കാണുമ്പോൾ കാണാറുണ്ട് അവിടെ ആഡ്സ് വരും. അതുപോലെ തന്നെ നമുക്ക് തീരുമാനിക്കാം എവിടെയൊക്കെ നമുക്ക് ആഡ്സ് ചേർക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു 8 മിനിറ്റുള്ള വീഡിയോ 8 ആഡ് ബ്രേക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. കാരണം വെച്ചാൽ പകുതിക്ക് ഇട്ടിട്ട് പോകും ആളുകൾ വീഡിയോ. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് മാത്രം ആഡ് ബ്രേക്ക് 8 മിനിറ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ഒരു ആഡ് ഉണ്ടാവും എന്തായാലും. അതിനുശേഷം ഒരു 2 മിനിറ്റോ 2.5 മിനിറ്റോ ദൈർഘ്യത്തിൽ നമുക്കൊരു ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അങ്ങനെ ഘട്ടഘട്ടമായിട്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് ആഡ് ബ്രേക്കുകൾ നമ്മൾ ചേർക്കരുത്. ഒരുപാട് ആഡ് ബ്രേക്കുകൾ ചേർത്താൽ അത് ഗുണത്തിന് പകരം ദോഷമാണ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ആഡ് ബ്രേക്കുകൾ, മിഡ് റോളിന്റെ ഉപയോഗം എന്തിനാണ് മിഡ് റോളിലൂടെ നമുക്ക് എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാം? ഒരു സ്ക്രീൻ റെക്കോർഡർ ചെയ്ത് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അറിയാമായിരിക്കാം, 70% ആൾക്കാർക്കും അറിയുന്ന കാര്യമായിരിക്കും. പക്ഷെ അറിയാത്തവർക്കുള്ളതാണ് ഈ വീഡിയോ. അറിയാത്തവർ കറക്റ്റായിട്ട് കേൾക്കുക. നിങ്ങളുടെ വരുമാനം $1 ആണെങ്കിൽ, സാധാരണ ഒരു വീഡിയോയ്ക്ക് ലഭിക്കുന്നത് $1 ആണെങ്കിൽ, നിങ്ങൾക്ക് ആഡ് ബ്രേക്ക് യൂസ് ചെയ്യുന്നതിലൂടെ 4-5 ആഡ് ബ്രേക്ക് യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ 5 ഇരട്ടിയായിട്ട് വരുമാനം വർദ്ധിക്കുന്നു. കാരണം $1 $5 ആയിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. നിങ്ങൾ 1000, 2000, 3000, 10,000, 50,000 ഒക്കെ ആളുകൾ കണ്ടാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ബെൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ, ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ആ ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് ഓൺ ആക്കി വെക്കുക. ഒക്കെ ഒരുപാട് വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടേണ്ടതുണ്ട്. ഉപകാരമുള്ള ഒരുപാട് വീഡിയോകൾ കിട്ടിയാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ മിഡ് റോളിൻ്റെ പ്രാധാന്യം, ഒരു വീഡിയോയിൽ വരുമാനം വർദ്ധിപ്പിക്കാൻ മിഡ് റോളിൻ്റെ പ്രാധാന്യം എങ്ങനെയാണെന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നേരെ ക്രോമിലോട്ട് പോകുന്നു. ക്രോമിലോട്ട് പോയിട്ട് നമ്മുടെ യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ പോകുന്നു. യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മുടെ 8 മിനിറ്റുള്ള വീഡിയോ ആണ് ഇതിന് വേണ്ടത്. 8 മിനിറ്റിൽ കുറഞ്ഞ ഒരു വീഡിയോയ്ക്ക് നമുക്ക് ആഡ് ബ്രേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ആഡ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് മിനിമം 8 മിനിറ്റെങ്കിലും ദൈർഘ്യം ഉണ്ടായിരിക്കണം. 8 മിനിറ്റ്. അപ്പോൾ നമുക്ക് 8 മിനിറ്റുള്ളൊരു വീഡിയോ സെലക്ട് ചെയ്യാം. 8 മിനിറ്റിൽ കുറഞ്ഞ ഒരു വീഡിയോയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 8 മിനിറ്റുള്ള വീഡിയോ ഇവിടെ ഞാനിവിടെ 8 മിനിറ്റല്ല, ഇത് 9-16 മിനിറ്റാണുള്ളത്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ നമ്മൾക്ക് കാണാം, അവിടെ എന്ത് കാണാം? മാനേജ് മിഡ് റോൾസ് എന്ന് പറയുന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാം. മാനേജ് മിഡ് റോൾസ്. ഈ മാനേജ് മിഡ് റോൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ വരണമെങ്കിൽ, അതായത് മിനിമം 8 മിനിറ്റെങ്കിലും ഉണ്ടായിരിക്കണം. 8 മിനിറ്റിൽ കുറഞ്ഞ ഒരു വീഡിയോയ്ക്കും ഇതുപോലത്തെ മാനേജ് മിഡ് റോൾസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവിടെ കാണില്ല. അപ്പോൾ നമ്മൾ മാനേജ് മിഡ് റോൾസിൽ ക്ലിക്ക് ചെയ്യുന്നു. മാനേജ് മിഡ് റോൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആഡ് ബ്രേക്കിനുള്ള ഓപ്ഷൻ ലഭിക്കും. നമുക്ക് എവിടെയാണോ ആഡ് ബ്രേക്ക് ചെയ്യേണ്ടത്, നമ്മുടെ വീഡിയോയിൽ എവിടെയാണോ ആഡ് ബ്രേക്ക് ചെയ്യേണ്ടത് അവിടെ നമുക്ക് ആഡ് ബ്രേക്ക് ചെയ്തു കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇവിടെ വന്നിട്ട് തൊട്ട് മുകളിലായിട്ട് ഇത് ഞാൻ ഓൾറെഡി ചെയ്തു വച്ചിട്ടുള്ളതാണ്. ഇവിടെ 3 ആഡ് ബ്രേക്ക് ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്. അതായത് 2 മിനിറ്റ് ഉള്ളപ്പോഴും ഫസ്റ്റ് ഒരു ബ്രേക്ക് ഉണ്ടാവും, ആഡ്സ് ഉണ്ടാവും. അതിനുശേഷം 2 മിനിറ്റ് ഉള്ളപ്പോൾ ഒരു ആഡ് ബ്രേക്ക് ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 മിനിറ്റ് ഉള്ളപ്പോൾ ഒരു ആഡ് ബ്രേക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്.
വേണമെങ്കിൽ നമുക്ക് ഒരു ആഡ് ബ്രേക്ക് കൂടെ, 9 മിനിറ്റുള്ള സംഭവമാണ്. അപ്പോൾ അതിൽ ഒരു ആഡ് ബ്രേക്കും കൂടെ ഞാനിവിടെ ആഡ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്ക് ഒരു ആഡ് ബ്രേക്കും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് എവിടെയാണ് ആഡ് ബ്രേക്ക് വേണ്ടത് അവിടെ വെച്ചിട്ട് കണ്ടോ, ഇവിടെ 5 മിനിറ്റും 10 ഉണ്ടാകുമ്പോൾ അത് വേണമെങ്കിൽ സമയം നമുക്ക് ദൈർഘ്യം കൂട്ടാം കുറക്കാം എല്ലാം ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റും 10 സെക്കൻഡും ഉണ്ടാകുമ്പോൾ ഒരു ആഡ് ബ്രേക്ക് കൂടെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വേണമെങ്കിൽ ഇനിയും നമുക്ക് ആഡ് ബ്രേക്ക് എന്ന് ആഡ് ചെയ്യാം. അതായത് ഇനിയും ആഡ് ബ്രേക്ക് ആഡ് ചെയ്യുന്നത് 6:54 6 മിനിറ്റും 54 ഉണ്ടാകുമ്പോഴാണ് അടുത്ത ആഡ് ബ്രേക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ആഡ് ബ്രേക്ക് വേണമെങ്കിലും ഒരു വീഡിയോയിൽ ഇങ്ങനെ ചെയ്യാം. പക്ഷെ ഒരിക്കലും ഇതുപോലെ ഒരുപാട് ആഡ് ബ്രേക്കുകൾ ചെയ്യരുത്. കാരണം വെച്ചാൽ ഒരു വീഡിയോ കാണുമ്പോൾ അതിൽ മുഴുവനും പരസ്യമായി കഴിഞ്ഞാൽ ആളുകൾക്ക് നോക്കാനുള്ള ഇൻട്രസ്റ്റ് പോകും. അപ്പോൾ അവർ വീഡിയോ തന്നെ ഇട്ടേച്ച് കളഞ്ഞിട്ട് പോകും. അപ്പോൾ നമുക്ക് അതല്ല വേണ്ട, നമ്മുടെ വീഡിയോയും കൂടെ സക്സസ് ആവണം. അതുകൊണ്ട് ആഡ് ബ്രേക്കുകൾ, ഒരുപാട് ആഡ് ബ്രേക്കുകൾ വേണ്ട. നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ ഈ 5 മിനിറ്റിനുള്ള ആഡ് ബ്രേക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ആഡ് ബ്രേക്ക് വന്നിട്ടുള്ള ഫസ്റ്റും 2 മിനിറ്റ് കഴിഞ്ഞിട്ടും പിന്നെയോ 6 മിനിറ്റ് 54 സെക്കൻഡ് കഴിഞ്ഞിട്ടുമാണ് ഇവിടെ ബ്രേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ 4 മിനിറ്റിൻ്റെ അടുത്ത് നമുക്കൊരു ബ്രേക്ക് കൂടെ കൊടുക്കാം അല്ലേ. ഓക്കെ, 4 മിനിറ്റിൻ്റെ അടുത്ത് ഒരു ബ്രേക്ക്, ആഡ് ബ്രേക്ക് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. 4 മിനിറ്റിനുള്ള ഒരു ബ്രേക്ക് വേണം. ഇവിടെ 2 0 വന്നിട്ടുണ്ട്, അതിലൊരു 0 ഞാൻ ഇവിടെ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, 0 2 4 6 അതിനുശേഷം 8 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ആഡ് ബ്രേക്ക് കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ആഡ് ബ്രേക്ക് വേണ്ട. നമുക്കത് 8 മിനിറ്റിനുള്ള ആഡ് ബ്രേക്ക് നമുക്ക് ഏതെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഇങ്ങനെ ആഡ് ബ്രേക്ക് വേണ്ട. 1 2 3 4 5 ആഡ് ബ്രേക്ക് ആയി. ഇവിടെ 5 ആഡ് ബ്രേക്ക് ഒന്നും കൊടുക്കേണ്ട, നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഞാനിവിടെ 6 ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, 6 ഡിലീറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് കണ്ടിന്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേവ് എന്ന് പറയുന്ന തൊട്ട് മുകളിലായിട്ട് സേവ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. കണ്ടോ, എവിടെയാണ് സേവ് ഉള്ളത്? ഇവിടെ തൊട്ട് മുകളിലായിട്ട് സേവ്. ഓക്കെ, ആ സേവിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ബ്രേക്ക് ഇവിടെ ഓക്കെ മിഡ് റോൾ. അങ്ങനെ നമ്മൾ മിഡ് റോൾ അങ്ങനെ മാനേജ് ചെയ്യുകയാണ്. ആഡ് ബ്രേക്കിലൂടെ നമുക്ക് ഒരുപാട് വരുമാനം നമുക്ക് വർദ്ധിക്കാൻ കഴിയും. എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. യൂട്യൂബേഴ്സായിട്ട് ഒരുപാട് കൂട്ടുകാർ നിങ്ങൾക്കുണ്ടാവും, അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാത്ത ആളുകളുണ്ടാവും, ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് വ്യക്തികളുണ്ടാവും, അവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും ഉപകാരപ്രദമായിട്ടൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.